ഇത് നോക്ക്, കാണിച്ചു കൂട്ടുന്നേ. ഇതൊക്കെയാണ് റീൽസ് എന്ന് പറയുന്നത്. ഇത് റീൽസ് എന്നല്ല പറയുന്നത്, റീൽസ് സോളികൾ എന്നാ പറയേണ്ടത്. റീൽസ് സോളികൾ. ഇവന്റെ വീട്ടിൽ നിന്ന് ആരുമില്ല ചോദിക്കാനും പറയാനും. ഇവനക്ക് ഇതിനുള്ള സമയങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നതാലോചിക്കുന്നത്. ദേ വരുന്നത് രണ്ടുപേര് അറിയോ? ഓ, നമ്മുടെ നാട്ടിൽ സൂപ്പർ സ്റ്റാർസ് ഇവരോ? ഇവരെന്താ റീൽസ് ഒക്കെ ചെയ്ത് ഭയങ്കര ആളാന്നൊക്കെ പറഞ്ഞത്. ഇവനക്കൊന്നും ഒരു പണിയും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നല്ലേ. ഇതൊക്കെ ടൈം കിട്ടുന്നത്. മോഹൻലാലും മമ്മൂട്ടി എന്നാ വിചാരം. അവന്മാർ ഇങ്ങോട്ടാ വരുന്നത് കേട്ടോ. വാട്ടി വിട്ടാലോ വരുന്നത്. പുതിയ വീഡിയോ ഒന്നുമില്ലേ? ഒരു ഓട്ടോഗ്രാഫ് തരുമോ? ഒരു സെൽഫി എങ്കിലും. വർത്തമാനം പറയാതെ പോയ മോശമല്ലേ? അതെ ചേട്ടന്മാരെ, നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് ഇത്ര പുച്ഛം? നിങ്ങൾക്ക് 4 ഡയലോഗ് പറയാൻ പറ്റുമോ ക്യാമറയുടെ മുന്നിൽ നോക്കിയിട്ട്? വരി തെറ്റാണ്ട് ഒരു റീൽ എടുക്കണതിന്റെ ബുദ്ധിമുട്ട് എന്താ നിങ്ങൾക്ക് അറിയോ? അതിനകത്ത് കണ്ടന്റ് ഉണ്ടാക്കണം, അത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം, അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം, എന്നിട്ട് ആ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണം. ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന്റെ പുറകില്. മനസ്സിലായോ? കുറെ പണികളുണ്ട് ഇതിന്റെ പുറകില്. ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിരുന്നിട്ട് ഇതൊക്കെ ചെയ്യണത്. അതെ, നിങ്ങൾ രാവിലെ വന്നിരുന്ന ആളുകളുടെ കുറ്റവും പറഞ്ഞ് പല്ലും കുത്തി കൊണയടിച്ച് ഇവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. പാടെ നമുക്ക് പോടാ. ഇവരുടെ ജീവിതം ഇങ്ങനെ പോകുള്ളൂ. ഉമ്മാരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ ചേട്ടന്മാരെ, ഇപ്പൊ മനസ്സിലായ കാര്യങ്ങള്?